ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയിലെ നാറിയ കഥകളിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതിനും കുറച്ചും കൂടെ നല്ലത്. അമ്മ എന്നുള്ള പേര് മാറ്റി തൊട്ട് നമുക്ക് മാമി എന്ന് വിളിക്കാം ഗൈസ്. മാമി, അത് മതി, അതാണ് കറക്റ്റ്. മാമി. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 വീഡിയോസ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടത് ഈ അമ്മയുടെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന അതുല്യ എന്ന് പറയുന്ന വ്യക്തി കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചാനലുകളിൽ വന്നിരുന്ന് കുറെ കഥകൾ പറയുന്നു, ഒരു വോയിസ് പുറത്തു വിടുന്നുണ്ടായിരുന്നു, അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയുന്നു. ഇതൊക്കെയാണ്. അതുല്യ ഇപ്പോൾ കമ്മീഷണർക്ക് കൊടുക്കുക പരാതി എന്താണ്? തന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്തിന്റെ പേരിൽ? മുൻപ് ഇവർക്കെതിരെ അമ്മയിൽ ഒരു പരാതി കൊടുത്തതിന്റെ പേരിൽ പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു, അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇന്നലെ നടക്കുന്ന ഒരു കാര്യമല്ല, ഇത് കുറച്ച് നാൾക്ക് മുമ്പായിട്ട് നടക്കുന്നതാണ്. എന്തുകൊണ്ട് അതുല്യ ഇപ്പോൾ വന്ന് കമ്മീഷണർക്ക് പരാതി കൊടുത്തു? ഈ ഉണ്ണി ശിവപാലിനെതിരെ അമ്മയിൽ ഇവർ കൊടുത്ത പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ പീഡന പരാതിയാണ്. ആ പരാതി എന്ന് വെച്ചാൽ എന്താണ്? രാത്രി കാലങ്ങളിൽ ഈ ഉണ്ണി ശിവപാൽ വിളിച്ചിട്ട് ജോലി ചെയ്യാൻ പറയുന്നു, മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ഉണ്ണി ശിവപാൽ ഒരു മോശമായ ഇന്റൻഷനോടുകൂടി ഇവരുടെ അടുത്ത് പോയി പെരുമാറിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അന്ന് ഉണ്ണി ശിവപാലിനെതിരെ ഈ ഒരു പരാതി കൊടുത്തു. അതിനുശേഷം ഈ അതുല്യയെ ഇവർ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കമ്മീഷണർക്ക് ഈ സാധനം കത്തി നിൽക്കുന്ന സമയത്ത് കൊണ്ടുപോയി പരാതി കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം, ഒരു ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. ഇന്ന് ബാക്കിയുള്ള ന്യൂസും കാര്യങ്ങളോട് കണ്ടപ്പോഴാണ് ഇന്നത്തെ വേറൊരു നറേഷൻ പോകുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്കുണ്ടായ സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുല്യയും ഈ പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മുഹമ്മദും ഇവർ രണ്ടുപേരും ശരിയല്ലെങ്കിലോ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിലോ അങ്ങനെയുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഈ കാര്യങ്ങൾ, ഈ സംശയങ്ങളെല്ലാം വന്നത്. ഒരു കാര്യം എന്താണെങ്കിലും വ്യക്തമാണ്, അതുല്യ ആൻഡ് ഈ പറയുന്ന സെക്യൂരിറ്റി മുഹമ്മദ് ഇവർ രണ്ടുപേരും ശ്വേതാ മേനോൻ പറഞ്ഞ് അല്ലെങ്കിൽ ഇവരുടെ ആ ടീം പറഞ്ഞ് അവരുടെ ചെൽപ്പടിക്ക് നിൽക്കുന്ന വ്യക്തികളാണ്. ഇന്നലത്തെ അതുല്യയുടെ സംസാരത്തിൽ നിന്ന് നമുക്കത് വ്യക്തമായി മനസ്സിലായതാണ്. അന്നേരം ഈ ശ്വേതാ മേനോൻ പറഞ്ഞിട്ട് ഈ രീതിയിലൊരു പ്ലാൻ പണിയതാണെങ്കിലോ എന്നൊരു ഡൗട്ട്. അതുല്യ ഇന്നലെ പറഞ്ഞ കഥ എന്താണ്? കുക്കു പരമേശ്വരൻ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള മുഹമ്മദിനെ തന്റെ ക്യാബിനിലോട്ട് വിളിച്ചു വരുത്തി അതുല്യയുമായിട്ട് അവിഹിതമുണ്ട് അല്ലെങ്കിൽ അതുല്യയും മുഹമ്മദും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ വെച്ചിട്ട് അതുല്യ ഒരു ഹണി ട്രാപ്പിന് ശ്രമിച്ചു എന്നൊരു കഥ മുഹമ്മദ് വന്ന് പറയണം. അങ്ങനെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് അതുല്യ ചവിട്ടി പുറത്താക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. ഈ സ്റ്റോറിയിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം വെക്കാം. ഇത്രയും നാൾ വാ തുറക്കാതെ ഏതോ മൂലയ്ക്ക് പോയി പാത്തിരുന്ന കുക്കു പരമേശ്വരൻ വാ തുറന്ന് മീഡിയയുടെ മുന്നിൽ 2 വരി പാട്ട് പാടിയിട്ടുണ്ട്. ആ 2 വരി പാട്ട് ഞാനൊന്ന് കേൾപ്പിക്കാം. ഞാനതൊരു തൊഴിൽ തർക്കത്തിൽ നിന്ന് തുടങ്ങിയ ഒരു പരാതിയായിട്ടാണ് കാണുന്നതും അതൊരു ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്നും ഞാൻ വളരെ ഉറപ്പായിട്ട് പറയുന്നു. നിയമ നടപടികൾക്ക് പോകാൻ തന്നെയാണ് അത് പേഴ്സണലി ഞാൻ തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ളത് തുടങ്ങിക്കഴിഞ്ഞു. ഏത് അന്വേഷണത്തിനും പൂർണ്ണമായിട്ട് ഞാൻ സഹകരിക്കും. അത് ശാസ്ത്രീയമായ ഒരു അന്വേഷണം വേണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. എല്ലാ അർത്ഥത്തിലും അത് അന്വേഷിച്ച് പൂർണ്ണമായ ഒരു സഹകരണത്തോടു കൂടി തന്നെ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. ഞാൻ അമ്മയുടെ കാര്യമല്ല പറയണേ. എന്തായാലും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവിൽ പരിഹരിക്കാത്തതൊക്കെ ജനറൽ ബോഡി എന്ന അൾട്ടിമേറ്റ് ബേസിൽ പരിഹരിക്കപ്പെടും. അത് ചെയ്യും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഇതാദ്യമായാണ് ഈ കുക്കു വാ തുറന്നു. ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ആദ്യമായിട്ടാണ് കുക്കു വാ തുറക്കുന്നത്. അപ്പൊ ജീവനോടുണ്ട്, എങ്ങ് ഒളിച്ചോടി പോയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം ഏത് രീതിയിലുള്ള അന്വേഷണത്തിനും അവർ 100% സഹകരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ കയ്യിലും ഏതാണ്ടൊക്കെ ഐറ്റംസ് ഇരിപ്പുണ്ട്, തെളിവുകൾ ഇരിപ്പുണ്ട്. കാര്യങ്ങൾ അത് സെക്യൂരിറ്റി ജീവനക്കാരൻ അതുല്യയെ ഫോണിൽ വിളിച്ച് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് ശാസ്ത്രീയ പരിശോധനയാണ് അവർ ഉദ്ദേശിക്കുന്നത്? സ്മൃതി, എനിക്ക് തോന്നുന്നു കുക്കു പരമേശ്വരന്റെ കയ്യിലും ഇത് സംബന്ധിച്ച ശബ്ദരേഖയുണ്ട്. അതായത് ഈ പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മുഹമ്മദ് കുക്കു പരമേശ്വരന്റെ ഈ കാര്യങ്ങളെല്ലാം നിരാകരിക്കുന്നതാണ് ആ ശബ്ദരേഖ. അതവർ വൈകാതെ പുറത്തു വിടുമെന്നും പറയുന്നുണ്ട്. ആ ശബ്ദരേഖ നമ്മളുടെ കയ്യിലേക്ക് അയച്ചു തന്നിട്ടുമുണ്ട്. ആ ശബ്ദരേഖയിൽ ഇത്തരത്തിൽ മുഹമ്മദുമായി കുക്കു പരമേശ്വരൻ സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കുകയും ചെയ്യാം. ഇക്കാര്യമാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. അതായത് അതുല്യ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം, അതുല്യയും മുഹമ്മദുമായി ഉള്ള സംഭാഷണമാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത്. ആ സംഭാഷണം, ആ ശബ്ദരേഖ വ്യാജമായി തയ്യാറാക്കിയതാണ് എന്നുള്ള ആരോപണമാണ് തിരിച്ച് കുക്കു പരമേശ്വരൻ പറയുന്നത്. ഇത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ, അതിന്റെ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അതുകൊണ്ടാണ് ശാസ്ത്രീയ പരിശോധന, ടെലിഫോൺ ഉൾപ്പെടെയുള്ളവയുടെ ശാസ്ത്രീയ പരിശോധന വേണം എന്ന് കുക്കു പരമേശ്വരൻ ആവശ്യപ്പെടുന്നത്. ഏതായാലും അതുതന്നെയാണ് കുക്കു പരമേശ്വരൻ പറയുന്നതും. ഇതുമായി ബന്ധപ്പെട്ട അപ്പം കുക്കു പരമേശ്വരന്റെ വാദം അതാണ്. ഒരു 41 മിനിറ്റ് ഉള്ള ഒരു ഓഡിയോ സംഭാഷണം, അതുല്യ വേഴ്സസ് സെക്യൂരിറ്റി മുഹമ്മദ്.
അതിനകത്താണ് ഈ ആരോപണങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കണം. അത് എപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്, ഡേറ്റും ടൈമും ഒക്കെ കിട്ടുമല്ലോ. അപ്പം ഇവർ ഫാബ്രിക്കേറ്റഡ് ആണ്, പിന്നീട് ഫാബ്രിക്കേറ്റ് ചെയ്തതാണെങ്കിൽ, ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഡേറ്റ് മിസ്മാച്ച് ആവും. അതുകൊണ്ടായിരിക്കണം ഇവർ പറയുന്നത് ശാസ്ത്രീയ പരിശോധന വരെ നടത്തണം. മാത്രമല്ല ഈ മുഹമ്മദ് ഇവരുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോയും ഇവരുടെ കയ്യിലുണ്ട് എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴാണ് മറ്റ് ചില സംശയങ്ങൾ എനിക്ക് തോന്നിയത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ കുക്കു പരമേശ്വരനെ വെളുപ്പിക്കാൻ വന്നതാണെന്നോ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്നോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അലവലാദികളും ലോക നമ്പർ 1 ഫ്രോഡുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. സോ ഞാൻ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളോടുള്ള ചോദ്യം കൂടിയാണ്. ഇനി സംശയങ്ങൾ ഓരോന്നായിട്ട് പറയാം. മുഹമ്മദ് ആൻഡ് അതുല്യ ഇവർ രണ്ടുപേരും തൊഴിൽ പീഡനത്തിന്റെ പേരിൽ ഈ ഉണ്ണി ശിവപാലിനെതിരെ അമ്മയിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. ഈ പരാതി നൽകിയതിന് ശേഷമാണ് ഉണ്ണി ശിവപാലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുക്കു പരമേശ്വരൻ ഈ പറയുന്ന മുഹമ്മദിനെ തന്റെ ക്യാബിനിലോട്ട് വിളിച്ചു വരുത്തി ഇങ്ങനൊരു കഥ പറയണമെന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി മുഹമ്മദ് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആർക്കെതിരെ? ശിവപാലിനെതിരെ. അന്നേരം പരാതി നൽകിയ ആളെ തന്നെ പിന്നീട് അയാളെടുത്ത് പോയി സഹായം ആരെങ്കിലും ചോദിക്കുമോ? ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഇതിനകത്തൊരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ത് വിശ്വസിച്ച് കുക്കു ഈ മുഹമ്മദിനോട് ഈ തരത്തിലുള്ള ഇത്ര സെൻസിറ്റീവായിട്ടുള്ള ഒരു പെണ്ണിനെ ഹണി ട്രാപ്പ് ചെയ്യണമെന്ന് പറയും? അതെന്നൊക്കെ പറഞ്ഞാൽ വലിയ കേസാണ്, അകത്ത് കിടക്കുന്ന പരിപാടിയാണ്. ഓൾറെഡി മുഹമ്മദ് ഉണ്ണിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വിശ്വസിച്ച് പറയും? മറ്റുള്ള ബാബോയ് കൊടല അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പേരെന്തായിരുന്നു, ശാന്തിവിള ദിനേശൻ, അങ്ങേരുടെ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു ഈ സെക്യൂരിറ്റി ജീവനക്കാരനൊക്കെ ഈ ശിവപാലിനെയൊക്കെ ഒരു പട്ടി വിലയാണ് കൊടുക്കുന്നത്. ആ രീതിയിലൊക്കെയാണ് വർത്താനം പറയുന്നത്. അങ്ങേരുടെ സംസാരം നമുക്ക് കണക്കിലെടുക്കേണ്ട പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഉണ്ണിയെ ശിവപാലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ജീവനക്കാരനോട് ഒരു ഹെൽപ്പ് ചോദിച്ച് ഇവർ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ബുദ്ധിയും ബോധമുള്ള ഒരു മനുഷ്യനും, കുക്കു പരമേശ്വരൻ എന്നല്ല ഒരു മനുഷ്യനും ഈ രീതിയിലൊരു മണ്ടത്തരം കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് അതുല്യോട് പറഞ്ഞ ഈ കഥകൾ നമുക്ക് അത്രയ്ക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരു സംശയം. ഇനി രണ്ടാമത്തത്, മുഹമ്മദ് ശ്വേതാമേനോന്റെ ടീമാണോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അതുല്യ ശ്വേതാമേനോനെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ്. അത് അതുല്യ തന്നെ പുള്ളിക്കാരത്തി ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലത്തെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതുമാണ്. അതുല്യയെ ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ പറഞ്ഞു വിട്ട സമയത്ത് ഒരു മീറ്റിംഗ് കൂടി ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ട് അതുല്യയെ തിരിച്ചെടുത്തതും ശ്വേതാമേനോനാണ്. അതുമാത്രമല്ല, അതുല്യ, കുക്കു പരമേശ്വരൻ, ശ്വേതാമേനോൻ, ഈ ഉണ്ണി ശിവപാലിൽ ഇവർ 4 പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ എന്തോ കാരണത്താൽ ശ്വേതാമേനോൻ എക്സിറ്റ് ആയി പോവുകയും പിന്നെ ഇവർ 3 പേരും ആകുകയും ചെയ്തു. പിന്നെ അതിനകത്ത് നടക്കുന്ന ഈ ചർച്ചാ വിഷയങ്ങളെല്ലാം ഈ അതുല്യ പോയിട്ട് ശ്വേതാമേനോന് കൃത്യമായി അറിയിക്കുന്നതുണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന അതുല്യ ഇന്നലെ ചാനലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞതാണ്. ഈവൻ കുക്കു പരമേശ്വരൻ ആൻഡ് ഉണ്ണി ശിവപാൽ അതുല്യോട് പറഞ്ഞിട്ടുണ്ട് ശ്വേതാമേനോന്റെ അടുത്ത് ഒന്നും പോയി പറയരുതെന്ന്. എന്നിട്ടും അതുല്യ പോയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ശ്വേതാമേനോനെ അറിയിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, അതുല്യ ശ്വേതാമേനോനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ നിന്നാണ് ഈ രണ്ടാമത്തെ സംശയം വരുന്നത്. അമ്മയുടെ ഈ ഒരു വിഷയം മുന്നോട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമുണ്ട്. അമ്പലത്തിന്റെ ഫണ്ട്. TN നന്ദകുമാർ ഒരു അമ്പലം എന്തിന് അമ്മയെ പോലൊരു സംഘടനയ്ക്ക് 75 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് ഫണ്ടായിട്ട് കൊടുത്തു? ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനുശേഷം പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു. ഇത് മോഹിനിയാട്ട സിനിമയിലെ മണി ലോണ്ടറിങ് പരിപാടിയാണ്, ബ്ലാക്ക് മണി വെളുപ്പിക്കൽ പരിപാടിയാണ്. നല്ല രീതിയിൽ ചർച്ചയായി. കാണുന്ന ജനങ്ങൾക്ക് ഏതാണ്ട് അതുപോലെ തന്നെ ഫീൽ ചെയ്തു. അമ്പലത്തിന്റെ ചെയർമാന്റെ പേര് TN നന്ദകുമാർ എന്ന കേട്ടപ്പോഴത്തേക്ക് ആളുകൾ അത് ഉറപ്പിച്ചു, ലോഗോ ഉടായിപ്പ് TN നന്ദകുമാർ. അങ്ങനെ ഇയാളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നു. ഇയാളെ ചാനലുകാർ പോയി ഇന്റർവ്യൂ എടുത്തു. ഇയാൾ ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന പല കാര്യങ്ങളിലും ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഇത്രയും ക്യാഷ് എന്തിന് കൊടുത്തു എന്നുള്ളതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അയാൾ പറയുന്നില്ല. അയാൾ തന്നെ ആ വീഡിയോയിൽ പറയുന്നത് എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല, 75 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വർഷം അമ്പലത്തിൽ പ്രൊമോഷൻ പരിപാടികൾ നമ്മൾ നടത്തിയേനെ, ഇത് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ശ്വേതാമേനോൻ വന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ സമയത്ത് ഒരു ലേഡി പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ചെയ്തു, ഒരു ദാനം പോലെ കൊടുത്ത പോലാണ് പുള്ളി വന്ന് പറയുന്നത്. അതാ പറഞ്ഞത്, മൊത്തത്തിൽ ഒരു പൊരുത്തക്കേടാണ് ഇയാൾ പറയുന്നതിനകത്തുള്ളത്. അപ്പൊ ഈ രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് അതുല്യയുടെ എൻട്രി. ഇവരാദ്യം ചെയ്ത പരിപാടി, അതുല്യയും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം, 43 മിനിറ്റുള്ള ഫോൺ സംഭാഷണമാണ്. അത് പുറത്തു വരുന്നു. അടുത്ത ദിവസം തന്നെ അതുല്യ കമ്മീഷണർക്ക് തൊഴിൽ പീഡനത്തിന്റെ പേരിൽ ഒരു പരാതി നൽകുകയാണ്. എന്നിട്ട് ന്യൂസ് ചാനലിന്റെ മുന്നിൽ വന്നിരുന്ന് പൊട്ടിക്കരയുന്നു, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള തരത്തിൽ. എല്ലാ മെയിൻ സ്ട്രീം ചാനലുകളും ഇത് ചർച്ചയായി.
ഇതാണ് ആ ദിവസത്തെ ന്യൂസ്, മെയിൻ ന്യൂസ് ഇതാണ്. ഇതിനു മുമ്പുണ്ടായ അമ്പലത്തിന്റെ പേരും TN നന്ദകുമാറിന്റെ പേരും എല്ലാം മാഞ്ഞു പോകുന്നു. അൻസിബ അടക്കം ഫ്രെയിമിൽ നിന്ന് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഒരു ന്യൂസിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ അതിനേക്കാളും വലിയൊരു ന്യൂസ് എക്സ്ക്ലൂസീവ് കൊടുത്ത് മറ്റേതിനെ മായ്ച്ചു കളയുന്ന പരിപാടി. സോ അമ്പലത്തിന്റെയും ഈ TN നന്ദകുമാറിനും ശ്വേതാ മേനോനും തമ്മിലുള്ള ബന്ധം എന്താണ്, അമ്പലം ഇതിനകത്ത് എങ്ങനെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഈ ന്യൂസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ന്യൂസ് അതിന്റെ മുകളിൽ എടുത്തിട്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളും ആ ഒരൊറ്റ ന്യൂസിന്റെ പുറത്ത് അവസാനിച്ചു. പിന്നെ മൊത്തം അതുല്യ, മുഹമ്മദ് ഈ രീതിയിലാണ് ന്യൂസ് ചാനലുകൾ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ അമ്പലവും ഇല്ല, നന്ദകുമാറും ഇല്ല. അപ്പൊ ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട് കളിച്ച കളിയാണോ ഈ അതുല്യയുടെ ഈ ഒരു കഥ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുക്കു പരമേശ്വരൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇതിന്റെ മുകളിൽ ഒരു ശാസ്ത്രീയ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫോൺ സംഭാഷണവും എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണോ ഇല്ല എന്നുള്ള കാര്യം എക്സാമിൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇപ്പം എന്താ തോന്നുന്നത്? ഒരു പ്ലാൻ പണിതപോലെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ അതുല്യ ആദ്യമായിട്ടല്ല കുക്കു പരമേശ്വരൻ അഗനിസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ടിനി ടോം അൻസിബയ്ക്ക് അവിഹിതമുണ്ട്, അൻസിബയുടെ അവിഹിത കഥകൾ പറഞ്ഞു പരത്തുന്നു എന്നുള്ള പരാതിയുമായിട്ട് അൻസിബ മുന്നോട്ട് വന്ന സമയത്ത് ലക്ഷ്മിപ്രിയ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മഹാനടന്റെ പേര് ചേർത്ത് അൻസിബയെ പറ്റി കുക്കു പരമേശ്വരൻ പറഞ്ഞു പരത്തി എന്ന് ആര് പറഞ്ഞു? അതുല്യ പറഞ്ഞു. കുക്കു പരമേശ്വരൻ അതുല്യയുടെ മുന്നിൽ വെച്ചിട്ട് ഈ കാര്യം പറയുന്നത് കേട്ടു എന്ന്. അത് ഇതിനു മുമ്പ് ചർച്ചയായതാണ്. ഈ പറയുന്ന ശ്വേതാ മേനോന്റെ ടീമാണ് അതുല്യ. അപ്പൊ അങ്ങനെ ഒരാൾ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന പറയുമോ? അതും ഡൗട്ട്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആദ്യമായിട്ടല്ല ശ്വേതാ മേനോൻ ഈ അതുല്യ ഇറക്കി കളിക്കുന്നത് എന്നൊരു തോന്നൽ തോന്നുകയാണ്. മേ ബി അതുകൊണ്ടായിരിക്കണം ഒരു ഇതും കൂടാതെ അതുല്യയെ ചവിട്ടി വെളിയിൽ കളഞ്ഞത്. സാധ്യതയാണ്, ഉറപ്പിച്ചു പറയുമല്ല. അതുപോലെ തന്നെ അന്നിറക്കി ആ കഥ ടിനി ടോമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിപ്രിയ പിന്നെയും എടുത്തിട്ടു. കുക്കു പരമേശ്വരൻ മഹാനടനുമായിട്ട് അവിഹിത കഥ ഉണ്ടാക്കി എന്നുള്ളൊരു നറേഷൻ. സോ ഇതിനൊന്നും ഇവരാരും ഒരു പ്രൂഫ് വെച്ചല്ല സംസാരിക്കുന്നത്. അവർ പറഞ്ഞത് ഇവർ ഇവിടെ കേട്ടു, ഇവിടെ പറഞ്ഞത് അവിടെ കേട്ടു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഒരാളും ഈ ഒരു കേസിൽ ഒരു പ്രൂഫും വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. അപ്പൊ നമുക്കും അത് വെച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ കാര്യം നോക്കൂ, ഇന്നത്തെ കമ്മിറ്റിയിൽ അൻസിബയുടെ ഈ ഒരു കാര്യം ശ്വേതാ മേനോൻ ചർച്ച ചെയ്തില്ല. ബാക്കിയുള്ള മെമ്പേഴ്സ് പറഞ്ഞിട്ട് പോലും ശ്വേതാ മേനോൻ ആ ഒരു കാര്യം ചർച്ച ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. ന്യൂസ് ചെയ്യാനോ നോക്കാം. അപ്പോഴാണ് ഇത്തരത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഇന്നലെ ഓൺലൈൻ ആയിരുന്നെങ്കിൽ അതിന്റെ തലേന്ന് കൃത്യമായി പറ്റുന്ന എല്ലാ അംഗങ്ങളും എത്തിച്ചേർന്നുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നടന്നിരുന്നു. ആ കമ്മിറ്റി യോഗത്തിൽ അൻസിബയ്ക്ക് അനുകൂലമായി ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം എന്നോണം അതിലെ ആ പ്രശ്നം അല്ലെങ്കിൽ അതിലെ കണ്ടെത്തലുകളാണ് ഇത്തരത്തിൽ ജനറൽ ബോഡി യോഗത്തിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഒരു തീരുമാനം അമ്മയിൽ ഉണ്ടാകുന്നത്. പക്ഷേ അത് നടന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. അൻസിബയുടെ പരാതി ടിനി ടോമിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ, ടിനി ടോം ജിഹാദി എന്ന് മുദ്രകുത്തി തന്നെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് തന്നെ കുറിച്ച് മറ്റ് അപവാദ പ്രചരണങ്ങൾ നടത്തി മതപരിവർത്തനത്തെ ഞാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞു നടന്നു. ഇന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ടിനി ടോമിനെതിരെ ഉന്നയിച്ചിട്ടും അതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് വേണം കരുതാൻ. ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് മറ്റംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം അത് വേണ്ട, എല്ലാവരുമുള്ള സമയത്ത് ജനറൽ ബോഡിയിൽ അത് തീരുമാനമെടുക്കാം, ജനറൽ ബോഡിയിൽ അത് സംസാരിക്കാം എന്നാണ് ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോൻ പറഞ്ഞു വെക്കുന്നത്. അതൊരു തികച്ചും ഈ 1-ാം തീയതിയാണ്, ജൂൺ മാസം 1-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതിക്കുള്ളിലോ അല്ലെങ്കിൽ 3-ാം തീയതിക്കുള്ളിലോ ആണ് അൻസിബയോട് ഇത്തരത്തിൽ നേതൃത്വത്തിന് മുന്നിൽ ഹാജരായി മൊഴി നൽകാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ ടിനി ടോമിനെ ഇത്രയും അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ടിനി ടോമിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണോ അതോ സ്വയം പ്രൊട്ടക്ട് ആവുകയാണോ? മനസ്സിലാവാത്ത അതുകൊണ്ടാണ്. കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊങ്ങി വന്നാലോ. അപ്പോൾ ടിനി ടോമിനെ പ്രൊട്ടക്ട് ചെയ്തതല്ല, സ്വയം പ്രൊട്ടക്ട് ആയതാണ്. അപ്പൊ ജനറൽ ബോഡി മീറ്റിംഗിൽ മാത്രം മതി ചർച്ച, കൂടുതൽ ചർച്ചയാക്കി കൊളവാക്കണ്ട. ഓക്കെ, ഇവരിപ്പം നടത്താൻ പോകുന്നത് ജനറൽ ബോഡിയിൽ ഒരു തീരുമാനം എടുക്കും, അത് ചാനലുകളുടെ മുന്നിൽ വന്ന് പറയും, ഈ ഒരു സബ്ജക്റ്റിന് ഒരു ക്ലോഷർ അവിടെ ഉണ്ടാക്കും. ഫർദർ ചർച്ചകൾ ഒന്നും നടക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ നടന്നു കഴിഞ്ഞാൽ പലതും ഈ ചാനലുകാർ തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. പിടികിട്ടിയോ? അതുകൊണ്ട് ഒരു സ്ത്രീക്കെതിരെ അവിടെ മാനവും ജീവിതവും തകർക്കുന്ന രീതിയിൽ ഒരു ആരോപണം വന്നിട്ട് ഒരു സ്ത്രീയായ പ്രസിഡന്റ് ശ്വേതാ മേനോന് അത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ട്. അരുതിന്നതിന് മനസ്സിലാവും എന്തൊക്കെയോ നിങ്ങളുടെയൊക്കെ വൃത്തികേടുകൾ
തെറ്റുകൾ മറച്ചു പിടിക്കാനുള്ള പ്ലാനാണിതെന്ന് വൻ കളികൾ നടക്കുന്നുണ്ട് ഗൈസ്, വൻ കളികൾ നടക്കുന്നുണ്ട്. ഈ അൻസിബയ്ക്കെതിരെ ഇവർ ആരോപിച്ച ഒരു ആരോപണം അൻസിബ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ അടക്കം മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അവരുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ആ അച്ഛനും മോനും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള മകനും വന്നെന്ന് പറയുകയാണ്, അൻസിബ നമ്മളെ അങ്ങനെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഈ പയ്യൻ എന്തോ ഒന്ന് നോമ്പ് പിടിച്ചു, അതിന്റെ പേരിൽ അടിച്ചിറക്കിയ കഥയാണിത്. അവരുടെ വോയിസ് ഞാനൊന്ന് വെക്കാം. വർക്ക് ചെയ്യാനായിട്ട് AD ആയിട്ട് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമയില്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ എന്തോ അവരൊന്നിച്ച് നോമ്പ് നോക്കി വൈകുന്നേരം നോമ്പ് മുറിച്ചു എന്നുള്ള സത്യമാണ്. അപ്പം അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടായി. ഇങ്ങനെ എന്റെ മകനെയും ഈ ജിഹാദിയാക്കാൻ അല്ലെങ്കിൽ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള, അത് വെറുതെ മകനോട് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അൻസിബ ഒരിക്കലും. അതുപോലെ തന്നെ ഞാനും എന്റെ ചെവിയിൽ അങ്ങനെ മതം മാറ്റാൻ സംസാരിക്കുകയോ മതത്തെക്കുറിച്ചോ ഒന്നും അൻസിബയും ആരും സെറ്റിൽ പറഞ്ഞിട്ടില്ല. എന്നെ മതം മാറ്റാൻ ശ്രമിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. മതപരമായിട്ട് പുള്ളിക്കാരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ സ്പിരിച്വൽ ടോക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. നമ്മുടെ എല്ലാ മതവും ഒന്നാണെന്നുള്ള രീതിയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതാണ് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത്. ഈ നോമ്പ് നോറ്റു എന്ന് പറയുന്നത് ഇത് അന്ന് ഒരു ദിവസം നടന്നൊരു സംഭവം മാത്രമാണ്. എനിക്കൊരു ആഗ്രഹം, നോമ്പ് നോക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് വൈസ് കുറെ നല്ല കാര്യങ്ങളുണ്ട് എന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ അതിന്റെ കാര്യം അപ്പൊ ഒരു ദിവസം നമുക്കൊന്ന് പിടിച്ചു നോക്കാം എന്താണ് ഇതിന്റെ ഒരു പരിപാടി എന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ച് അന്ന് ഒരു ദിവസം നോമ്പ് പിടിച്ചു. അത് ആയിട്ട് കണക്റ്റഡ് അല്ല, അത് എന്റെ ഫ്രണ്ട്സുമായിട്ടാണ് കണക്റ്റഡ്. ഞാൻ അവര് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചതാണ്. അപ്പൊ അന്ന് യാദൃശ്ചികമായി പുള്ളിക്കാരി ആ സെറ്റിൽ ഉണ്ടാവുകയും പുള്ളിക്കാരിക്ക് അന്ന് ഡേറ്റ് ഉണ്ടാവുകയും ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് കഥ. ഒന്ന് നോമ്പ്, ഈ പയ്യനൊന്ന് നോമ്പ് പിടിച്ചതിന് എന്തൊക്കെയാണ് ഇവന്മാര് പറിച്ചു വിടുന്നത്. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊക്കെയുള്ള വൃത്തികെട്ട. എന്താണെങ്കിലും ഈ ശ്വേതാമേനോൻ ഇരിക്കുന്ന അമ്മയുടെ പാനലിൽ നിന്ന് ഒരു നീതി അൻസിബയ്ക്ക് എന്തായാലും ലഭിക്കാൻ പോണില്ല. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി കൊടുത്ത കത്തിനകത്ത് മാലാ പാർവതി, ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ രമേശ് പിഷാരടി ഇവരെ പോലുള്ള നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ഒരു പാനൽ ഉണ്ടാക്കണം, അതിനു മുന്നിലേ ഞാൻ വന്ന് നിൽക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും സമ്മതിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇവർക്കെതിരെയുള്ള പരാതി ശ്വേതാമേനോന്റെ മുന്നിൽ തന്നെ പോയിരുന്ന് കേൾക്കണം. മനസ്സിലായോ? അന്നേരം അവര് എന്താണ് തീരുമാനിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അൻസിബയ്ക്ക് എന്താണെങ്കിലും അമ്മയിൽ നിന്ന് ഒരു രീതിയിലുള്ള ഹെൽപ്പോ നീതിയോ കിട്ടാൻ പോണില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തലമൂത്ത നടന്മാർ, മഹാനടന്മാർ ഇതിനകത്ത് ഇടപെടണം. അവർ ഇമാതിരി വൃത്തികെട്ട ചീഞ്ഞളിഞ്ഞ കേസിനകത്ത് ഇടപെടുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും അൻസിബ കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പരാതി കൊടുത്തേക്കുന്നത്. അതിന്റെ ന്യൂസും കൂടെ ഞാനൊന്ന് വെക്കാം. അൻസിബ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്, അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക? നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി കൈമാറിയിരിക്കുന്നത്. പോലീസ് മേധാവിയോട് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പരാതി ഇനി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കായിരിക്കും കൈമാറുക. കമ്മീഷണറാണ് അത് ഏത് പരിധിയിലാണ് കൊണ്ടുവരേണ്ടതെന്ന് തീരുമാനിക്കുക. 2 പരാതികളാണുള്ളത്. ഒന്ന് ലക്ഷ്മിപ്രിയക്കെതിരെയും മറ്റൊന്ന് തൃപ്പൂണിത്തറ വനിതാ സെല്ലിലെ SI രേഷ്മയ്ക്കെതിരെയുമാണ് പരാതി നിലനിൽക്കുന്നത്. അപ്പോൾ SIക്കെതിരായിട്ടുള്ള പരാതി ആയതിനാൽ തൃപ്പൂണിത്തറ പോലീസ് പരിധിയിലാണോ അതോ മറ്റേതെങ്കിലും പോലീസ് ആയിരിക്കുമോ ഇത് അന്വേഷിക്കുക എന്നതാണ് നോക്കിക്കാണുന്നത്. എന്നാലും ഉടനെ തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകും. അതിനു മുൻപായി അൻസിബയുടെ പരാതി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ പരാതി കൈമാറുകയും അല്ലെങ്കിൽ അടുത്ത നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. അൻസിബയുടെ ആവശ്യം 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ്. കാരണം തന്നെ മാനസികമായി 3 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം തന്നതിന് ശേഷമാണ് SI തന്നിൽ നിന്നും മാപ്പ് എഴുതി വാങ്ങിച്ചത് എന്നായിരുന്നു. ലക്ഷ്മിപ്രിയയോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതി മേടിച്ചത് എന്നാണ് ഹൻസിബ പറയുന്നത്. പക്ഷേ SI രേഷ്മയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അങ്ങനെ 3 മണിക്കൂറൊന്നും ഇരുത്തിയിരുന്നില്ല. തനിക്ക് അന്ന് VIP ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പരാതിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഹൻസിബയെ വിളിച്ചു വരുത്തിയത്. ഏകദേശം 1 മണിക്കൂറോടുകൂടി ഈ തന്റെ പരിപാടികൾ അല്ലെങ്കിൽ പ്രൊസീജിയർ പൂർത്തിയാക്കി ഹൻസിബയെ പറഞ്ഞു വിട്ടിരുന്നു എന്നാണ് രേഷ്മ പറയുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരായിട്ടുള്ള അങ്ങനെയൊക്കെയാണെങ്കിൽ സിമ്പിളായിട്ട് തെളിയിക്കാവുന്നേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിലാകുമ്പോൾ ചെറിയൊരു CCTV എങ്കിലും കാണുമല്ലോ. വന്നതും പോകാൻ ടൈം എടുത്താൽ മാത്രം മതി, സിമ്പിളായിട്ട് തെളിയിക്കാം. ആരോപണം കൂടി ആയതിനാൽ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ ഒരു അന്വേഷണത്തെ ജില്ലാ പോലീസ്. അപ്പൊ അതാണ് അൻസിബയുടെ പരാതി. ഇതും എങ്ങും എത്താൻ പോണില്ല. ചുമ്മാ വെറുതെ ഇവിടെ ഒരു നടിയെ പീഡിപ്പിച്ചിട്ട് അവര് 8-10 കൊല്ലം എടുത്ത് അവർക്ക് എന്തെങ്കിലും ഒന്ന് നീതി എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും കിട്ടിയത്. അപ്പോഴാണ് ഇത് എവിടെ നിന്ന് കിട്ടാൻ ഒന്നും കിട്ടാൻ പോകില്ല. ആ കൂടി ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല കാര്യം മേ ബി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അമ്മയിൽ പുതിയൊരു നേതൃത്വം മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഇപ്പൊ EC കമ്മിറ്റിയിൽ കയറിയിരിക്കുന്ന എല്ലാ അലവലാദികളും എല്ലാ എണ്ണത്തിനെയും പിടിച്ച് വെളിയിൽ കളയണം. ഈ കുക്കു പരമേശ്വരൻ, അവരെ ശ്വേതാമേനോൻ, ഈ മറ്റേ പടമൊന്നും ഇല്ലാത്ത ഉണ്ണി ശിവപാലി, അവരെയൊക്കെ
ഒക്കെ അടിച്ച് വെളിയിൽ കളയണം. ഒരു കഴിവില്ല, സിനിമയിലും കഴിവില്ല. ഇവനൊക്കെ ഏത് പടത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത്? ഇവനെയൊക്കെ പിന്നെ എന്തിനാണ് പിടിച്ച് ഇരുത്തിയേക്കുന്നത്? നടൻ എന്ന് പറയുന്ന പേരെന്ന് പറഞ്ഞിട്ട് അമ്മ എന്ന് പറഞ്ഞൊരു അമ്മയല്ല മാമി എൻ്റെ തലപ്പത്ത് കയറി ഇരിക്കുക. എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങണം. അതാണ് പണ്ട് ഇത്രയും ഒന്നും അറിയുന്നില്ലയോ. പിന്നെ ഒറ്റയ്ക്ക് ഭരിക്കുമ്പം ഇവിടെങ്കിലും ഞാനൊന്ന് ആളാവിട്ട്, സിനിമയിലെ വലിയ ആളൊന്നും ആയില്ല. അപ്പം താരങ്ങളുടെ മുകളിലത്തെ രാജാവാകുമ്പം എനിക്കൊരു ഇതുണ്ടാവുമല്ലോ, അത് ഒരു ലോബി ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആയിരിക്കും. ഈ നാറികളെ ആദ്യം എടുത്ത് വെളിയിൽ കളഞ്ഞില്ലെങ്കിൽ ഇപ്പം നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടീനടന്മാർ കൂടെ പേര് ചീത്തപ്പേരാണ്. ഇപ്പൊ തന്നെ മോഹൻലാലിന്റെ ഒക്കെ പേരാണ് വന്നത്, അൻസിബ അവിഹിതം എന്നൊക്കെ പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല ഇതിനകത്ത്. എന്തായാലും നോക്കാം. അപ്പോൾ ശരിയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ അപ്പോൾ ശരി, ബൈ.